മുനീർ, സുഹൃത്തുക്കൾ, അർജുൻ്റെ സഹയാത്രികരായ നിങ്ങൾ ഇനി എന്ത് പ്രതീക്ഷയാണ് ബാക്കി വയ്ക്കുന്നത്? ഒരു പ്രതീക്ഷയില്ല. കാരണം എന്താണ് എട്ടാമത്തെ ദിവസം പോവുക. ഈ ഒരു രക്ഷാപ്രവർത്തനം എന്ന് പറഞ്ഞാൽ ഒരു രാത്രിയെങ്കിലും ഒരു വൈകിയെങ്കിലും ഒന്ന് രക്ഷാപ്രവർത്തനം നടത്തണം. ഇത് നമ്മളെ ഓഫീസ് ടൈം മാതിരി ആണ് രക്ഷാപ്രവർത്തനം. ഇനി എന്ത് പ്രതീക്ഷയാണ് അർപ്പിക്കേണ്ടത്? കാരണം ഇവരെല്ലാവരും ഇപ്പോൾ അവരുടെ അമ്മ പറഞ്ഞ വാക്കുകളൊക്കെ കേട്ടതാ ഈ അർജുൻ്റെ. കാരണം നമ്മൾ ഇവിടെ ഇരുന്ന എല്ലാ ജനങ്ങളും ഈ നാട് വരെ പ്രതീക്ഷ ഉണ്ടായിരുന്നു, ആർമി വന്നാൽ അവർ പ്രതീക്ഷയാണെന്ന്. കാരണം അതും നഷ്ടപ്പെടുത്തിയിരിക്കുകയാണ്. ഇനി എന്ത് പ്രതീക്ഷയാണ് നമ്മൾ വെക്കേണ്ടത്? കാരണം നാളെ ഇതേമാതിരി സൈന്യം വന്നാൽ മനുഷ്യസാധ്യമായതിനപ്പുറം ചെയ്യും എന്ന് നമ്മൾ പലവട്ടം കണ്ടിട്ടുള്ളതാണ്. അത് നമ്മൾ ഷിലൂരിലും പ്രതീക്ഷിച്ചു. പക്ഷേ അവിടുത്തെ കാലാവസ്ഥ നമ്മൾ കണ്ടതാണ്, കാറ്റിൻ്റെ ശക്തി, മണ്ണിടിയാനുള്ള സാധ്യത, ഇതൊക്കെയും ആ ഭൂമിയുടെ ഘടന പോലും ഇതിനെയൊക്കെ തടസ്സം നിൽക്കുന്നുണ്ടെന്നും നമ്മൾ പറയാതെ പോകരുതല്ലോ. സൈന്യം വെറുതെ ഇത്തരമൊരു രംഗത്തേക്കെത്തി മടങ്ങിപ്പോകുന്ന ചരിത്രം വളരെ കുറവാണ്. അവർ പരമാവധി ശ്രമിച്ചു. മണ്ണിനടിയിലില്ല എന്ന സംശയം ബലപ്പെട്ടപ്പോൾ അവർ നേവിയെ ഏൽപ്പിക്കുകയാണ്. അതായത് പുഴയിൽ തെരച്ചിൽ തുടരും, കരയിൽ നമ്മുടെ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ, സഹോദരങ്ങൾ രഞ്ജിത്തും കൃഷ്ണദാസും ഒക്കെ ഉണ്ടല്ലോ. ഓക്കെ, ഈ രഞ്ജിത്തോ ഇവർ പറയുന്ന വാക്കുകൾ അങ്ങും കേട്ടതല്ലേ? കാരണം പൂർണ്ണമായിട്ടില്ല അവിടെ തെരച്ചിലിൽ നിന്ന്. കാരണം കരയിൽ, പിന്നെ താഴത്തെ ഈ കടയുടെ താഴ്ചയിലും ഈ പറഞ്ഞ ഈ കടയുടെ താഴത്തെ ഒരു പാടം അവർ കൃഷി ചെയ്യുന്ന സ്ഥലമുണ്ട്, അതൊരു കുഴിയായിട്ട് കിടക്കുക. അതും കഴിഞ്ഞിട്ടാണ് ഈ പറയുന്ന പുഴയിലോട്ട് പോകാനുള്ളത്. ഈ സ്ഥലങ്ങളൊക്കെ ഞാൻ കണ്ടതുകൊണ്ട് ആണ്. അന്നേരം ഇവിടെ ഒന്നും നോക്കാതെ ഇവിടെ സംശയം ഇല്ല, അവിടെ കരയിലില്ല എന്ന് പറഞ്ഞാൽ ആ കടയുടെ മുകളിലോട്ട് അവിടെയാണല്ലോ പിന്നെയും മണ്ണ് കൊണ്ടുപോയി ഡബ് ചെയ്തത്. അത് നോക്കണ്ടേ? കാരണം ഇത് അവിടെ ഉണ്ടോ ഇല്ലേ എന്നുള്ള തെരച്ചിൽ നടത്തിയതിന് ശേഷമല്ലേ അതിൻ്റെ മുകളിലേക്ക് അവിടേക്ക് മണ്ണിടണ്ടേ. അല്ലാതെ അവിടെ മണ്ണ് കൂമ്പാരായി. കാരണം ഒരു സ്ലോപ്പായി കിടക്കുന്ന സ്ഥലമാണത്. ശരി.